ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നോമ്പുകാലത്തിലെ ഈ ഞായറാഴ്ച ദിവസം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 31 മുതലുള്ള തിരുവചനങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. പ്രധാന പുരോഹിതന്മാരാലും നിയമജ്ഞരാലും താൻ തിരസ്കരിക്കപ്പെടുമെന്നും പിന്നീട് വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും തൻ്റെ ശിഷ്യരോട് ഈശോ പങ്കുവയ്ക്കുകയാണ്. ജീവിത വഴികളിലെ ചില സഹനങ്ങളൊക്കെയും രക്ഷാകരമായ അർത്ഥത്തിൽ ഒരുക്കത്തോടുകൂടി സ്വീകരിക്കേണ്ടതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈശോ. ചില തിരസ്കരണങ്ങളും നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില അനുഭവങ്ങളും ഉയർപ്പിന്റെ അന്ത്യത്തിൽ എത്തുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനായി ആത്മീയമായി ഒരുങ്ങുകയും ചെയ്യുക എന്നുള്ളത് ഈശോ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ മാനുഷികമായ വികാരങ്ങൾ കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന ശിഷ്യപ്രമുഖനായ ശിമയോൻ പത്രോസിനെ നാം ഇവിടെ കണ്ടുമുട്ടുകയാണ്. അവനെ തൻ്റെ ഗുരുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുന്ന ശിമയോൻ പത്രോസ്. ഈശോ സാത്താനെ എന്ന് വിളിച്ചുകൊണ്ടാണ് പത്രോസിന് മറുപടി നൽകുന്നത്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ജീവിത വഴികളിലെ പല സഹനങ്ങളും നമുക്ക് വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരിക്കലും രോഗങ്ങളും അപകടങ്ങളും ജീവിതത്തിൽ വിരുന്നിനെത്താതെ സുഗമമായി എപ്രകാരം ജീവിതം നയിക്കാമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. മാനുഷികമായ നമ്മുടെ ഈ ആഗ്രഹത്തെ ദൈവികമായ ബോധ്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു വിളിയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ചില തിരസ്കരണങ്ങളും ചില സഹനങ്ങളും ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഈ 50 നോമ്പുകാലത്ത് ചില ഇഷ്ടങ്ങൾ ദൈവത്തിനായി നമ്മൾ ത്യജിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്നതിലൂടെ ജീവിതാനുഭവങ്ങളുടെ വിശുദ്ധീകരണത്തിൻ്റെ ഈ കാലഘട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കെസറിയ ഫിലിപ്പിയിൽ വെച്ച് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന പത്രോസ് ലീഹായെ സുവിശേഷത്തിലെ ഇതേ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് ശിമയോൻ പത്രോസിനോട് അതേപ്പറ്റി പറയുന്ന ഈശോ മിശിഹായെയും നമ്മൾ കണ്ടുമുട്ടുന്നു. ഒരു നിമിഷം കൊണ്ട് ദൈവികമായ സഹനങ്ങളെ ആ അർത്ഥത്തിൽ കാണാൻ കഴിയാതെ അതിനോട് നിഷേധാത്മകമായ ഒരു മനോഭാവം സ്വീകരിക്കുന്ന പത്രോസ് ലീഹ നമ്മുടെ ഉള്ളിലുമുണ്ട്. എല്ലാ സഹനങ്ങളോടും അരുതേ, അത് വേണ്ട, സഹനങ്ങൾ വന്നാൽ എൻ്റെ ദൈവത്തോടുള്ള ബന്ധം പോലും ഉടഞ്ഞു പോകും എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ജീവിത രീതിയിലേക്ക് ഈശോ പറയുകയാണ്, ചില സഹനങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ ഒരുക്കം കൂടിയാണ് ഈ കാലഘട്ടം. ചെറിയ സഹനങ്ങളിലൂടെ വലിയ സഹനങ്ങളെ നമ്മൾ സ്നേഹിച്ചു പഠിക്കുകയാണ്. ചില തിരസ്കരണങ്ങൾ നമ്മുടെ ഉത്ഥാനത്തിന് കാരണമാകുമെങ്കിൽ അതിനായി ഒരു ഒരുക്കം കൂടി നമുക്ക് ആവശ്യമാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പാരീസ് സർവകലാശാലയുടെ വരാന്തയിലൂടെ നടന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോട് സുവിശേഷത്തിലെ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള സംസാരിക്കുന്നത് നമുക്കറിയാം. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ജീവിതത്തിൽ ദൈവം നമ്മോട് ഇന്ന് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രസക്തമായ കാര്യവും മറ്റൊന്നല്ല. ഈശോയെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് അനുഗ്രഹിക്കപ്പെടുകയാണ്. സഹനങ്ങളെ രക്ഷാകരമായ അർത്ഥത്തിൽ കാണുന്ന ഒരു മനസ്സ് സ്വന്തമാക്കുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് ദൈവത്തിങ്കിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നോമ്പുകാലത്തിലെ ഈ ദിവസം നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് ധ്യാനിക്കുവാനുള്ളത് എൻ്റെ ഉള്ളിലെ മാനുഷികതയെ മറികടക്കുന്ന
ദൈവീകമായ ഭാവങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു കാലഘട്ടമാണിത്. പലപ്പോഴും പലതിനെയും നിഷേധിക്കുന്ന ഒരു മനോഭാവം, പ്രത്യേകിച്ച് സഹനങ്ങളെ ഇഷ്ടപ്പെടാത്ത, കയ്പിനെ ഒട്ടും താല്പര്യമില്ലാത്ത മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ പ്രതികരണം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ആ സ്വാഭാവികമായ പ്രതികരണത്തിലേക്ക് അല്പം ദൈവീകത കലർത്തുക എന്നുള്ള ഒരു ചുമതലയാണ് ഈ നോമ്പുകാലത്ത് നമുക്കുള്ളത്. കാനായിലെ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ പച്ചവെള്ളത്തിൽ ദൈവീകത കലർത്തുന്ന ഈശോ മിശിഹായെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ചുങ്കസ്ഥലത്തിരുന്ന ലേവിയിൽ അല്പം കൂടി കരുണ കലർത്തി ഈശോ അവനിലെ മാനുഷികതയെ മറികടക്കാൻ അവനൊരവസരം കൊടുക്കുകയാണ്. വിശുദ്ധ പത്രോസ്ലീഹായുടെ ജീവിതശൈലിയിൽ ഒളിഞ്ഞിരിപ്പുള്ള ഈ മാനുഷികത, ഈ ഒരു എതിർപ്പിന് അവനെ പ്രേരിപ്പിക്കുമ്പോൾ അവനിലെ ദൈവീകത പിന്നീട് ഈശോ മിശിഹായ്ക്ക് വേണ്ടി തലകീഴായി കുരിശിൽ മരിക്കുവാൻ അവനെ യോഗ്യനാക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ ജീവിത സാക്ഷ്യം കൊണ്ട് വിശുദ്ധ പത്രോസ്ലീഹ അടയാളപ്പെടുത്തുകയാണ്. ധൈര്യപൂർവം ഈശോയെ പ്രഘോഷിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും വിശുദ്ധ പത്രോസ്ലീഹയ്ക്ക് തൻ്റെ ജീവിതത്തിൽ സാധിച്ചത് ഈ മാനുഷികതയെ മറികടക്കുന്ന ദൈവീകത സ്വന്തമാക്കിയതിനാലാണ്. നിഷേധാത്മക മനോഭാവങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് അനുഗ്രഹമായി മാറാറുണ്ട്. എങ്കിലും ചില സഹനങ്ങളെയൊക്കെയും ദൈവീകമായ മനോഭാവത്തോടു കൂടി സ്വീകരിക്കുവാൻ ഈശോ ഇന്ന് നമുക്ക് അവസരം തരികയാണ്. ചില സഹനങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്തെന്നാൽ അതിന് ഒരു വലിയ ഉത്ഥാനത്തിൻ്റെ ശോഭ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ ഞായറാഴ്ച ദിനത്തിൽ നോമ്പിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മാനുഷികതയാണോ, നാം രൂപപ്പെടുത്തിയെടുത്ത ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ദൈവികതയാണോ എൻ്റെ ഉള്ളിൽ കൂടുതൽ എന്നെ ഭരിക്കുന്നത് എന്നുള്ളത് ആത്മപരിശോധനയ്ക്ക് വിഷയമാക്കാം. പല മാനുഷിക ഭാവങ്ങളുമാണ് ദൈവീകമായ പല അനുഗ്രഹങ്ങളെയും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഉള്ളിൽ മൂടിക്കിടക്കുന്നത്. എൻ്റെ ഉള്ളിലെ ദൈവികത ചാരം മൂടിക്കിടക്കുകയാണെങ്കിൽ നമ്മുടെ മാനുഷികമാകുന്ന അനുഭവങ്ങളെ ഒക്കെ ചികഞ്ഞു മാറ്റി ദൈവീകത കനലായി ജ്വലിക്കുന്ന അനുഭവത്തിലേക്ക് ഈ നോമ്പുകാലത്തിൽ ഞായറാഴ്ച ദിവസം ഏറ്റവും ഭംഗിയായി പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപോലെ ദൈവീകരാകാനും അതോടൊപ്പം തന്നെ സാധാരണ മനുഷ്യരായി സാധാരണ ഭാവങ്ങളുമായി ജീവിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. മാംസരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പത്രോസിനെ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു നിമിഷം കൊണ്ട് നിലപാടുകൾ മാറി മറിയുന്ന പത്രോസിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, സഹനങ്ങളെ സ്നേഹിക്കാൻ ഒരു നല്ല മനസ്സ് എനിക്ക് തരണമേ എന്ന്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.